ഹലോ, ഇന്ന് കുറച്ച് ബി.എഡ് വിശേഷങ്ങൾ കേട്ടാലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ കേരള പിറവി ദിനാഘോഷമായിരുന്നു. ആദ്യം തന്നെ അസോസിയേഷൻ ഡേയുടെ വിശേഷങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ആദ്യം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേരായിട്ടുള്ള തിങ്ക് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു നെയിം റിവീലിംഗ് സെറമണിയോട് കൂടിയാണ്. അതും ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ നെയിം റിവീലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഉദ്ഘാടന ചടങ്ങിൽ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മാത്സുകാരുടെ സ്വന്തം മീനു മിസ്. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രേവതിയാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. റിലേയും കൺസ്ട്രക്ഷൻ ഗെയിമും ആയിരുന്നു. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഓരോ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് നിന്നു. ഇതാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അടിപൊളി ക്രിയേറ്റീവായിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ സമ്മാനമൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് കേരള പിറവി ദിനാഘോഷമായിരുന്നു. അപ്പം ഞങ്ങൾ എന്താ കേൾക്കുന്നതല്ലേ, കേട്ടിട്ട് വാ. അങ്ങനെ അശ്വതിയുടെയും സച്ചിയുടെയും പാട്ടിന് ശേഷം പിന്നെ പാർവതിയുടെ ഒരു സോളോ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്രൂപ്പ് സോങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വയലിൻ പെർഫോമൻസ് ഉണ്ടായിരുന്നേ, അതും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ സച്ചിയുടെ അതിമനോഹരമായ വയലിൻ പെർഫോമൻസിന് ശേഷം ഞങ്ങൾ സാരി ഉടുത്ത് വന്ന കുറച്ച് പേരുടെ ഷോ ഓഫാണ് ഈ കാണുന്നത്. മലയാളി മംഗ കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ വൻ കോമഡി ആയിട്ടാണ് അത് അവസാനിച്ചത്. ചുമ്മാ ഞങ്ങൾ ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. അന്നേരം ചുമ്മാ ഓരോന്നിങ്ങനെ നടക്കാം അങ്ങനെ നടക്കാം എന്നൊക്കെ പറഞ്ഞ് റാം വാക്ക് എന്ന പേരിൽ ഞങ്ങളുടെ ഷോ ഓഫാണ് ഈ കാണുന്നത്. ഇത് ഞങ്ങളുടെ ചെയർമാൻ സുജിൽ ചന്ദ്രനാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പഴയ കാല ഓർമ്മകളിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള ഞങ്ങളുടെ ഒരു മെയിൻ പാർട്ടായിട്ടുള്ള എക്സിബിഷൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. അനിഷ മിസ്സാണ് അത് ഉദ്ഘാടനം ചെയ്തത്. മേ ബി നിങ്ങൾക്കും ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പഴയ കാല ഓർമ്മകളിലേക്ക് പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെമ്മറീസ് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ ഏതായാലും ഒന്ന് പോയി കണ്ടിട്ട് പോയോ. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങൾ സഫ്ലാനയും അമീനയും കൂടി ഉണ്ടാക്കിയ പായസമൊക്കെ കുടിച്ചിട്ടാണ് പിരിഞ്ഞത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.